ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് പുതിയൊരു ഷോക്കൗട്ടും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ വീഡിയോ ഇട്ടതെന്ന് പറയുമ്പം ഞായറാഴ്ചയാണ്. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ GTA 5 മോഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആ സെയിം രീതി തന്നെയാണ്. ആദ്യം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു സൈറ്റിൽ പോകും. ആ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് കാണിക്കും. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഡൗൺലോഡ് ആവും. നിങ്ങളല്ല നിങ്ങളുടെ ആ ഫയൽ ഡൗൺലോഡ് ആവും. എന്നിട്ട് നിങ്ങൾ നേരെ ബാക്ക് വരണം. ഫയലിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ആ നെറ്റ് ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നേരെ ബാക്ക് വരിക. എന്നിട്ട് ഗെയിമിൽ കയറുമ്പോഴത്തേക്ക് നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നതല്ല, അല്ലേ പണി കിട്ടും. നെറ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കുക. എന്നിട്ട് നേരെ പ്ലേ കൊടുത്ത് നമ്മുടെ ഗെയിമിൽ കയറുക. ശേഷം നമ്മൾ എപ്പോഴും പറയുന്നതാണ് വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ബഗ്ഗായി പോകും. പിന്നെ ലിങ്കൊക്കെ റീഫ്രഷ് ചെയ്യേണ്ടത്, അതായത് റിയൽ ലൈഫിലല്ല കേട്ടോ, നമ്മുടെ ഗെയിമിലത്തെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. എന്നാൽ ഇപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശേഷം നിങ്ങൾ ആർജിസ് മെനു എടുക്കുക, ലോഡെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സെർച്ച് ഐക്കൺ കാണുമല്ലോ ഏറ്റവും മുകളിൽ, എന്നിട്ട് അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഷോപ്പ് കാർട്ട് നന്നായിരിക്കണം സെർച്ച് ചെയ്യണേ. എന്നിട്ട് അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് കാർട്ട് സ്പോൺ ആകുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ താഴെ നോട്ട് പാഡിയൊന്നും എഴുതി കാണിക്കുന്നില്ല, താഴെ നോട്ട് പാഡുണ്ട്, അവിടെ ഒന്നും എഴുതി കാണിക്കില്ല. അതിനും പരിഹാരമുണ്ട്. നിങ്ങൾ നേരെ ഗെയിം ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിമിൽ വീണ്ടും കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫോണിൽ ഷോപ്പ് കാർട്ട് എന്ന് എഴുതി കാണിക്കും. ഞാൻ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ പാതി അറ്റവും മുറിയും വെച്ച് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഇവിടെ ഒത്തിരി സ്പോണാകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ അറ്റവും മുറിയും വെച്ച് ആരും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് കാർട്ടൊന്നും സ്പോൺ ആവുക, അല്ലെങ്കിൽ ലിങ്കൊക്കെ ബഗ്ഗായി പോവും. ഇത് ഇപ്പം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് ഇത് കളഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഗെയിമിൽ അത് കിടക്കുന്നത് നല്ലതാണല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ പറഞ്ഞാൽ അതേപോലെ ചെയ്യുന്നതായിരിക്കും വേണ്ടത്. പിന്നെ അധികം പേർക്കൊന്നും ഇത് ഇഷ്ടമല്ലായിരിക്കും ഈ ഷോക്കാർട്ടും കാര്യങ്ങളോ. പിന്നെ നമുക്കൊരു റൂമർ കിട്ടിയ സ്ഥിതിക്ക് നമ്മളത് നിങ്ങളെയും കൂടെ അറിയിക്കുന്നതേ ഉള്ളൂ. അതാണ് നമ്മുടെ ചാനലിൻ്റെ, ഈ ഗെയിമിംഗ് ചാനലിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് റൂമേഴ്സ് കിട്ടിയാലും നമ്മളത് നിങ്ങളോടും കൂടെ പറയുന്നതായിരിക്കും. ഗൈസ്, പറ്റാത്ത ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ. Thank you for watching this video.